ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ ഇംഗ്ലീഷ് ആണ്. 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 50 ക്വസ്റ്റ്യൻസും PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് കമന്റ് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വരുന്ന ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് വരത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാനായിട്ടും പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ പറയുക, എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ആ കമന്റ് ഞാൻ ശരിയാണെങ്കിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. എല്ലാ ഡൗട്ട്സിനും റിപ്ലൈയും തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ ക്വസ്റ്റ്യൻ ഇതാണ്. ദ കളക്റ്റീവ് നൗൺ ഫോർ പോയംസ്. പോയംസിന്റെ കളക്റ്റീവ് നൗൺ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആന്തോളജി ആണ്. ആന്തോളജി ഓഫ് പോയംസ് ആണ്. ആന്തോളജി ഓഫ് പോയംസ് ആണ്. Second question, list of headings of the business to be transacted in a meeting. List of headings of the business to be transacted in a meeting. അതായത് ഒരു മീറ്റിംഗ് ട്രാൻസാക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എഴുതി വയ്ക്കുന്ന ആ ഒരു ലിസ്റ്റ് ഓഫ് ഹെഡിങ്സിനെ എന്ത് വിളിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അജണ്ട എന്ന് വിളിക്കും. അതായത് നമ്മളൊരു മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ ആ മീറ്റിങ്ങിന് എന്തുണ്ട്? അജണ്ട ഉണ്ട്. എന്തൊക്കെ എപ്പോൾ നടക്കണം? ആ ഒരു ലിസ്റ്റ് ഓഫ് ഹെഡിങ്സിനെ വിളിക്കുന്ന പേരാണ് അജണ്ട. നെക്സ്റ്റ്, വൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളെ നമ്മൾ എന്ത് വിളിക്കും? വൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, എത്തീസ്റ്റ് ആണ്. എന്നാൽ വൺ ഹു ഡസ് ബിലീവ് അല്ലെങ്കിൽ ബിലീവ്സ് ഇൻ ഗോഡ് ആണെങ്കിൽ അയാളെ നമ്മൾ തീസ്റ്റ് എന്ന് വിളിക്കും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് എത്തീസ്റ്റ്, നിരീശ്വരവാദിയാണ്. നെക്സ്റ്റ്, ദ ഫ്രൈസ് ലെറ്റ് ഓഫ് മീൻസ്. ലെറ്റ് ഓഫ് എന്ന ഫ്രൈസിന്റെ മീനിങ് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ടു എക്സ്ക്യൂസ് ഫ്രം പെനാൽറ്റി ആണ്. ടു എക്സ്ക്യൂസ് ഫ്രം പെനാലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മീനിങ് ഓഫ് ബ്രെവിറ്റി. ബ്രെവിറ്റിയുടെ മീനിങ് എന്താണ്? ബ്രെവിറ്റി എന്നാൽ എൻ്റെ മലയാളം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിൽ നിന്ന് ആൻസർ എഴുതാൻ പറ്റും. ക്വസ്റ്റ്യൻ സംഗ്രഹിക്കുക അല്ലെങ്കിൽ സംഗ്രഹം എന്നാണ് ബ്രെവിറ്റിയുടെ അർത്ഥം. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കൺസൈസ്നെസ് ആണ്. അതായത് സംഗ്രഹിക്കപ്പെടുക അല്ലെങ്കിൽ സംഗ്രഹിച്ച എന്നുള്ള അർത്ഥമാണ് കൺസൈസ്നെസിന്റെ മീനിങ്. ദ ഗവൺമെന്റ് റിജക്റ്റഡ് ഓൾ ദ ഡിമാൻഡ്സ്. റീപ്ലേസ് ദ വേർഡ് അണ്ടർലൈൻ വിത്ത് ദ റൈറ്റ് ഫ്രൈസ്. റിജക്റ്റഡ് എന്ന മീനിങ് വരുന്നത് ഇവിടെ തന്നിട്ടുള്ളതിൽ ഏത് ഫ്രൈസൽ വെർബിനാണ്? ഏതിനാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ടേൺ ഡൗൺ ആണ്. അപ്പൊ റിജക്റ്റഡ് ആണ്, ടേൺ ഡൗണിന്റെ മീനിങ് എന്താണ്? റിജക്റ്റഡ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്ത് എഴുതാം? ദ ഗവൺമെന്റ് ടേൺ ഡൗൺ ഓൾ ദ ഡിമാൻഡ്സ് എന്ന് എഴുതാം. നെക്സ്റ്റ്, ഷി ഹാസ് നോട്ട് ഫുള്ളി റിക്കവേർഡ് ഡാഷ് ദ ഷോക്ക്. ആ ഷോക്കിൽ നിന്ന് അവൾ ഫുള്ളി റിക്കവർ ആയിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ ആ ഷോക്കിൽ നിന്നും എന്നുള്ള അർത്ഥത്തിൽ നമുക്കിവിടെ എന്തെടുക്കാം? ഓപ്ഷൻ സി എടുക്കാം, ഫ്രം എടുക്കാം. ഷി ഹാസ് നോട്ട് ഫുള്ളി റിക്കവേർഡ് ഫ്രം ദ ഷോക്ക്. നെക്സ്റ്റ്, ഐ ഷാൾ അവൈൽ ഡാഷ് ഓഫ് യുവർ അഡ്വൈസ്. ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ PSC സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അവൈൽ തന്നിട്ടൊരു ഡാഷ് തരും. അപ്പോൾ ഇവിടെ നമുക്ക് ഓഫ് തന്നിട്ടുണ്ട്. അപ്പോൾ അവൈലിന്റെ കൂടെ എപ്പോഴും ചേർക്കുന്ന പ്രിപ്പോസിഷൻ ഏതായിരിക്കും? ഓഫ് ആയിരിക്കും ചേർക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അവൈൽ ഓഫ് ആണ്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അതല്ല. ഐ ഷാൾ അവൈൽ ഡാഷ് ഓഫ് യുവർ അഡ്വൈസ്. അതായത് ഞാൻ എന്ത് ചെയ്യാണ്? നിന്റെ അഡ്വൈസ് ഞാൻ സ്വയം സ്വീകരിക്കുകയാണ് എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഞാൻ സ്വയം സ്വീകരിക്കും എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മൈസെൽഫ് ആണ്. ഐ ഷാൾ അവൈൽ മൈസെൽഫ് ഫോർ യുവർ അഡ്വൈസ്. മൈ ബുക്ക് ഈസ് ദ ഓൾഡ് വൺ. എൻ്റെ ബുക്ക് പഴയതാണ്, പക്ഷെ നിന്റേത് എന്താണ്? അതിലും ജീർണിച്ചതാണ് അല്ലെങ്കിൽ പഴകി ജീർണിച്ചു പോയതാണ് എന്ന് പറയാണ്. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, നിന്റേത് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്? യുവേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്തത് ഹബ്സ് ആൻഡ് സ്റ്റോയ്സ്. ഹബ്സ് ആൻഡ് സ്റ്റോയ്സ് എന്ന് പറയുമ്പോൾ അതൊരു യൂസേജ് ആണ് അല്ലെങ്കിൽ അതൊരു ശൈലിയാണ്. അപ്പൊ അത് നമ്മൾ അതിന്റെ മീനിങ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? എന്താണ് ഹബ്സ് ആൻഡ് സ്റ്റോയ്സ്? അതായത് ചോയ്സ് ഓഫ് ടേക്കിംഗ് വാട്ട് ഈസ് അവൈലബിൾ ഓർ നത്തിങ് അറ്റ് ഓൾ എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഡിക്ഷണറി നോക്കിയപ്പോൾ കിട്ടിയതാണ്. ഹബ്സ്
ഹബ്സൺസ് ചോയ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പാലം ആവശ്യമാണ്, ബ്രിഡ്ജ് ആവശ്യമാണ്. പക്ഷെ അങ്ങനെ ഒരു ബ്രിഡ്ജ് നമുക്ക് ഇല്ല. പക്ഷേ പ്രൈവറ്റ് ആയിട്ട് ഒരു ബ്രിഡ്ജ് ഒരാൾ നമുക്ക് വെച്ച് തരാനായിട്ട് തയ്യാറാണ്. പക്ഷെ അയാൾ ടോള് പിരിക്കും. പക്ഷെ അപ്പോ ആ ടോള് പിരിക്കുന്ന ഒരു ബ്രിഡ്ജും ഇല്ലാതിരിക്കുന്നതിനേക്കാളും ബെറ്റർ ആണ് എന്ത്, അങ്ങനെ ഒരു ബ്രിഡ്ജ്, പ്രൈവറ്റ് ബ്രിഡ്ജ് എങ്കിലും ഉള്ളത്. അങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹബ്സൺസ് ചോയ്സ്. ഓക്കെ, ഹബ്സൺസ് ചോയ്സ് അതായത് ചോയ്സ് ഓഫ് ടേക്കിംഗ് വാട്ട് ഈസ് അവൈലബിൾ ഓർ നത്തിങ് അറ്റ് ആൾ. ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടുകയാണെങ്കിൽ ആ ഒരു ചോയ്സ്, അതാണ് ഹബ്സൺസ് ചോയ്സ്. നെക്സ്റ്റ്, എ ബേക്കേഴ്സ് ഡസൻ മീൻസ്. ബേക്കേഴ്സ് ഡസൻ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം 1 ഡസൻ എന്ന് വെച്ചാൽ എന്താണ്? 12 ആണ്. അപ്പോൾ ഒരു ബേക്കേഴ്സ് ഡസൻ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 13 ആണ്. എ ബേക്കേഴ്സ് ഡസൻ എത്രയാണ്? 13 ആണ്. ചൂസ് ദ വേർഡ് വിച്ച് ഈസ് നിയറസ്റ്റ് ഇൻ മീനിങ് ടു ദ കീവേഡ് കരിസ്മ. കരിസ്മ എന്ന കീവേഡുമായിട്ട് നിയറസ്റ്റ് മീനിങ് എന്താണ്? ഏതിനാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മാഗ്നറ്റിക് അപ്പീല്. അതായത് ചില ആൾക്കാർക്ക് ഒരു പ്രത്യേക കഴിവ് കാണും. എന്താണ്? കൂടെ ഉള്ള ആൾക്കാരെ, അനുയായികളെ കൂടെ നിർത്താനായിട്ടുള്ള ഒരു പവർ കാണും. ഈ ഒരു പവർ അല്ലെങ്കിൽ ഈ ഒരു കഴിവിനെയാണ് കരിസ്മ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻസർ എന്താണ്? മാഗ്നറ്റിക് അപ്പീലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് കറക്റ്റ്ലി സ്പെൽഡ്. തന്നിരിക്കുന്നതിൽ അഡോളസെൻസിന്റെ ഏതാണ് കറക്റ്റ് രൂപത്തിലുള്ളത്? അഡോളസെൻസ്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അഡോളസെൻസ്. ഓക്കെ, ADOLESCENCE ആണ് അഡോളസെൻസിന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ദ ബോയ്സ് ഡാഷ് ഇൻ ദ ഫീൽഡ് ദേ ഹിയർഡ് ആൻ എക്സ്പ്ലോഷൻ. അവര് ഒരു എക്സ്പ്ലോഷൻ കേട്ടു. എപ്പോഴ്? ഫീൽഡിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ. അപ്പൊ 2 കാര്യങ്ങൾ പാസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ പാസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന കാര്യത്തിനെ ഏതിൽ എഴുതണം? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതണം. അപ്പൊ അവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നടന്നത് ഏതാണ്? കളിച്ചുകൊണ്ടിരുന്നു. സോ വെയർ പ്ലേയിങ്. ബോയ്സ് ആണ് കളിച്ചുകൊണ്ടിരുന്നത്. സോ പ്ലൂറൽ ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ഉത്തരം വെയർ പ്ലേയിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലീല സെഡ് ഐ റോട്ട് എ ലെറ്റർ ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. സിമ്പിൾ ആണ്. എന്താണ്? ലീല സെഡ് എന്ന് തന്നിട്ടുണ്ട്, റിപ്പോർട്ടിംഗ് വെർബ്. അപ്പോൾ ലീല സെഡ് ദാറ്റ്. അപ്പൊ തന്നിരിക്കുന്നതിൽ എല്ലാ ഓപ്ഷൻസിലും എന്തുണ്ട്? സെഡ് ദാറ്റ് ഉണ്ട്. അടുത്തത് ഐ റോട്ട് എ ലെറ്റർ ആണ്. ഇവിടെ റോട്ട് എന്നത് പാസ്റ്റ് ആണ്. പാസ്റ്റ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് ഏത്? ഹാസ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ആവണം. അപ്പോൾ ഹാസ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് വരണം. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ലീല സെഡ് ദാറ്റ് ഷി ഹാസ് റിട്ടൺ എ ലെറ്റർ എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് പ്രൈസ്. പ്രൈസ് എന്ന് വെച്ചാൽ അതിന്റെ എന്താണ്? അഭിനന്ദിക്കുക എന്നാണ് ആ പ്രൈസിന്റെ മീനിങ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്, കണ്ടം ആണ്. കണ്ടം. ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് പ്രൈസ്, കണ്ടം. ചൂസ് ദ അപ്രോപ്രിയേറ്റ് വേർഡ് ദാറ്റ് ദ സിമിലർ മീനിങ് ആസ് ദ വേർഡ് ഓതന്റിക്. അതായത് വിശ്വസിക്കാവുന്ന എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഓതന്റിക് യൂസ് ചെയ്യുന്നത്. അതിൽ സിമിലർ മീനിങ് വരുന്നത് ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ സി ഉള്ളൂ, ആക്യുറേറ്റ്. അപ്പൊ ഓതന്റിക്, ആക്യുറേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓപ്പോസിറ്റ് ഓഫ് അഫിനിറ്റി. അഫിനിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇഷ്ടം എന്നാണ്. അപ്പൊ ഇഷ്ടത്തിന്റെ ഓപ്പോസിറ്റ് വെറുപ്പാണ്. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, ഹാട്രഡ് ആണ്. ഹാട്രഡ്. ഓപ്പോസിറ്റ് ഓഫ് അഫിനിറ്റി, ഹാട്രഡ്. They cancelled the tour due to dash weather. എന്താണ്? കോളിളക്കമുള്ള ഒരു കാലാവസ്ഥ ഉള്ളത് കൊണ്ട് ടൂർ മാറ്റിവെച്ചു. അപ്പോ എന്താണ് ആൻസർ? ഇൻക്ലിമെന്റ് ആണ്. ഓപ്ഷൻ ഡി ആണ്, ഇൻക്ലിമെന്റ് വെതർ ആണ്. രൂക്ഷമായ കാലാവസ്ഥ ആയതുകൊണ്ട് ടൂർ മാറ്റിവെച്ചു എന്നാണ്. അപ്പൊ എന്താണ്? ഇൻക്ലിമെന്റ്. മോഹൻ ഹാസ് വിസിറ്റഡ് ഓൾ ദ സിറ്റീസ് ഇൻ കേരള സിൻസ് ഹി ഡാഷ് വർക്കിംഗ് ഇൻ ദ റോഡ് ട്രാൻസ്പോർട്ട്. അതായത് ഇവിടെ നമുക്ക് സിൻസ് എന്നുള്ള ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? തന്നിരിക്കുന്നത് നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതണം അല്ലെ? പാസ്റ്റ് ആണോ? സിൻസ് വരുമ്പോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതണം. സോ ഓപ്ഷൻ ബി ആണ്, ഹാസ് ബീൻ ആണ് വരുന്നത്. മോഹൻ ഹാസ് വിസിറ്റഡ് ഓൾ ദ സിറ്റീസ് ഇൻ കേരള സിൻസ് he has been working in the road transport. Next question, each of the students dash done will.
ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് ഡൺ വെൽ. എന്താണ് ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസിന് ശേഷം എപ്പോഴും വരുന്നത് ഏത് സിംഗുലർ മാത്രമേ വരത്തുള്ളൂ. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹാസ് ആണ്. നെക്സ്റ്റ്, എ പേഴ്സൺ ഹു ട്രീറ്റ്സ് മെന്റൽ ഡിസീസ് ഈസ് കാൾഡ്. മെന്റൽ ഡിസീസ് ട്രീറ്റ് ചെയ്യുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സൈക്യാട്രിസ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ കാണ്ട് ഹെൽപ്പ് യു ഡാഷ് യു ടെൽ മീ ദ ട്രൂത്ത്. നീ സത്യം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നിന്നെ സഹായിക്കാനാകില്ല. അപ്പൊ ആകില്ല എന്നുള്ള അർത്ഥത്തിൽ ഓപ്ഷൻ എ യൂസ് ചെയ്യും, അൺലെസ്. ഐ കാണ്ട് ഹെൽപ്പ് യു ഡാഷ് യു അൺലെസ് യു ടെൽ മീ ദ ട്രൂത്ത്. ദ ഫെമിനിൻ ജെൻഡർ ഓഫ് കോൾട്ട്. കോൾട്ടിന്റെ ഫെമിനിൻ ജെൻഡർ സിമ്പിൾ ആണ്, ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഫില്ലി ആണ്. പെർസിസ്റ്റിംഗ് ടയർലെസ്ലി. ടയേർഡ് എന്ന് വെച്ചാൽ എന്താണ്? ക്ഷീണിതർ. അപ്പൊ ക്ഷീണമില്ലാതെ, അതായത് നല്ല എന്താണ് ആർജവത്തോടെ അല്ലെങ്കിൽ നല്ല നമ്മൾ എന്ത് പറയാം അതിനെ, ഊർജത്തോടെ എന്താണ് പറയുന്നത്? ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, ഇൻഡിഫാറ്റിജിബിൾ ആണ്. ഇൻഡിഫാറ്റിജിബിൾ ആണ്. അതുപോലെ എന്തായത് ഊർജ്ജസ്വലതയോടെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് പെർസിസ്റ്റിംഗ് ടയർലെസ്ലി എന്ന് പറയുന്നത് ഇൻഡിഫാറ്റിജിബിൾ ആണ്. നെക്സ്റ്റ്, ഐ ക്യാൻ റൈറ്റ് എ ബുക്ക് ഡാഷ് ഗ്രാമർ. ഗ്രാമറിൽ ഒരു ബുക്ക് ഞാൻ എഴുതാൻ എനിക്കറിയാം. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, ഓൺ ഗ്രാമർ. എ ബുക്ക് ഓൺ ഗ്രാമർ. യു ഷുഡ് അഡാപ്റ്റ് യുവർ സെൽഫ്. അഡാപ്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്നത് ഏത് പ്രിപ്പോസിഷൻ എന്നാണ്? ആൻസർ അഡാപ്റ്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ്, ടു ആണ്. യു ഷുഡ് അഡാപ്റ്റ് യുവർ സെൽഫ് ടു ദ കണ്ടീഷൻസ് ഓഫ് ദിസ് പ്ലേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡിസിഷൻ ഓൺ വിച്ച് വൺ കനോട്ട് ഗോ ബാക്ക്. അതായത് പിന്തിരിയാൻ കഴിയാത്ത ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഡിസിഷനെ നമ്മൾ എന്ത് വിളിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇറിവോക്കബിൾ ആണ്. ഇറിവോക്കബിൾ, അതായത് നമുക്ക് തിരിച്ചടിക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാൻ അല്ലെങ്കിൽ പിന്തിരിയാൻ കഴിയാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ ഓപ്ഷൻ സി, ഇറിവോക്കബിൾ എടുത്തത്. ദ ഫസ്റ്റ് പേഴ്സൺ ഹു ഡാഷ് ദ ക്വസ്റ്റ്യൻ വിൽ ബി awarded the prize. The first person dash the question will be awarded the prizes. ആൻസർ എന്താണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആൻസർ ആണ്. ആൻസർ എന്താണ്? the first person answer the question will be awarded the prize. ആരാണോ ആദ്യം പറയുന്നത് അവരായിരിക്കും പ്രൈസ് കിട്ടുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ ആണ്, ആൻസർ ദ ക്വസ്റ്റ്യൻ ആണ്. സോറി, ആൻസർ വരൂ, ഡസ് ഫോം ഓഫ് ദ വെർബ് ആണ് വരേണ്ടത്. അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ സി ആണ്, ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ വിൽ ബി awarded the prize വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ത്രോ ഇറ്റ് അവേ. യു ത്രോ ഇറ്റ് അവേ എന്ത് വരും? ത്രോ ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോ ഡു ആണ് വന്നിരിക്കുന്നത്. ഇത് പോസിറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് വരണം. സോ ഓപ്ഷൻ ഡി, ഡോണ്ട് യു ആണ് വരുന്നത്. ഡോണ്ട് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹി ഈസ് ഡാഷ് ഫോർ ഹിസ് എവിൾ ഡീഡ്സ്. അതായത് അവരുടെ ആ ഒരു പൈശാചിക കൃത്യങ്ങളിൽ അവൻ കുപ്രസിദ്ധനാണ്. ഇപ്പൊ കുപ്രസിദ്ധനാണെന്നുള്ള മീനിങ്ങിൽ എന്ത് യൂസ് ചെയ്യും? ഓപ്ഷൻ ഡി ആണ്, നൊട്ടോറിയസ് ആണ്. നൊട്ടോറിയസ് മീൻസ് കുപ്രസിദ്ധൻ. എ പൊളൈറ്റ് ഓർ ജെന്റിൽ വേ ഓഫ് സേയിങ് സംതിങ് നാസ്റ്റി. നാസ്റ്റി ആയിട്ടുള്ളത്, അതായത് നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചില ആൾക്കാരുടെ അവതരിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് എന്താണ് വളഞ്ഞു തിരിഞ്ഞ് അവർക്ക് അധികം വിഷമമൊന്നും ഉണ്ടാക്കാത്ത രീതിയിൽ പറയുകയാണെങ്കിൽ ആ ഒരു പൊളൈറ്റ് അല്ലെങ്കിൽ ജെന്റിൽ വേ ഓഫ് സേയിങ് ആയിട്ടുള്ള ആ ഒരു സ്പീക്കിങ്ങിനെ അല്ലെങ്കിൽ ഒരു ടോക്കിനെ എന്ത് വിളിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ്, യൂഫെമിസം എന്നാണ് വിളിക്കുന്നത്. എന്താണ് യൂഫെമിസം? എ പൊളൈറ്റ് ഓർ ജെന്റിൽ വേ ഓഫ് സേയിങ് സംതിങ് നാസ്റ്റി ആണ് യൂഫെമിസം. ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് വിൻഡിക്കേഷൻ. വിൻഡിക്കേഷന്റെ ഓപ്പോസിറ്റ് മീനിങ് എന്താണ്? എന്താണ് വിൻഡിക്കേഷൻ? അതായത് കുറ്റവിമുക്തനാകുക എന്നാണ് വിൻഡിക്കേഷന്റെ മീനിങ്. വിൻഡിക്കേഷൻ ഏതാണ്? അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഓപ്ഷൻ സി ആണ്, അക്കസേഷൻ ആണ്. അതായത് കുറ്റവിമുക്തനാകുക എന്നുള്ളതാണ് അക്കസേഷന്റെ മീനിങ്. അക്കസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് സ്പെൽഡ് കറക്റ്റ്ലി. തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഏതിനാണ് ഉള്ളത്? ഏതിനാണ്? ആൻസർ ഓപ്ഷൻ
ബി ആണ് സെറിമോണിയസ് ആണ്. സെറിമോണിയസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സെറിമോണിയസ്. നെക്സ്റ്റ് നെക്ക് ആൻഡ് ക്രോപ്പ് മീൻസ്. നെക്ക് ആൻഡ് ക്രോപ്പ് എന്ന് വെച്ചാൽ എന്താണ്? നെക്ക് ആൻഡ് ക്രോപ്പ് എന്ന് പറയുമ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. ടോട്ടലി ആൻഡ് കംപ്ലീറ്റ്ലി. ടോട്ടലി ആൻഡ് കംപ്ലീറ്റ്ലിക്ക് പകരം യൂസ് ചെയ്യുന്ന ഒരു ശൈലിയാണ് നെക്ക് ആൻഡ് ക്രോപ്പ്. നെക്സ്റ്റ് ആരതി കുഡ് നോട്ട് ഡാഷ് വാട്ട് ദേ വെയർ സീയിങ്. അവരെന്താണോ പറഞ്ഞത് അത് ആരതിക്ക് മനസ്സിലായില്ല. അപ്പൊ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നതാണ് ഓപ്ഷൻ ബി, മേക്ക് ഔട്ട്. മേക്ക് ഔട്ട്. ആരതി കുഡ് നോട്ട് മേക്ക് ഔട്ട് വാട്ട് ദേ വെയർ സേയിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സിനോണിം ഓഫ് പ്രിക്കറീസ്. പ്രിക്കറീസ് എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ മീനിങ് അപകടകരമായത് എന്നാണ്. അപ്പോൾ പ്രിക്കറീസ് എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ്, ഡേഞ്ചറസ് എന്നാണ്. ഡേഞ്ചറസ് ആണ് പ്രിക്കറീസ്. നെക്സ്റ്റ്, ദ പോലീസ് ഹാവ് മെയ്ഡ് ഹെഡ് അവേ വിത്ത് ദെയർ ഇൻവെസ്റ്റിഗേഷൻ. അവരുടെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ഹെഡ് അവേ. വാട്ട് ഈസ് ഹെഡ് അവേ മീൻസ്? എന്താണ്? അവിടെ ഇൻവെസ്റ്റിഗേഷൻ മെയ്ഡ് പ്രോഗ്രസ് ആണ്. അപ്പോ ഹെഡ് അവേ മീൻസ് എന്താണ്? മെയ്ഡ് പ്രോഗ്രസ്. നെക്സ്റ്റ്, ബോൺ വോയേജ് മീൻസ്. ബോൺ വോയേജ് എന്ന് പറയുമ്പോൾ അതൊരു ഫോറിൻ വേർഡ് ആണ്. മീൻസ് എന്താണ്? ഓപ്ഷൻ എ ആണ്, ഹാവ് എ പ്ലസന്റ് ജേർണി ആണ്. ഹാവ് എ pleasant journey. Next question, the sentence similar in meaning to if you don't try she will take it away. നീ നല്ലോണം നീ പരിശ്രമിച്ചില്ലെങ്കിൽ അവൾ അത് കൊണ്ടുപോകും. അപ്പൊ എന്താണ് ആൻസർ വരുന്നത്? ആൻസർ ഇതിനകത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ആൻസർ. ഓപ്ഷൻ എ ആണ്, അൺലെസ് യു ട്രൈ. നീ ട്രൈ ചെയ്തില്ലെങ്കിൽ she will take it away എന്നുള്ളത്. അപ്പൊ സെയിം മീനിങ് വരുന്നത് ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, they work dash night and sleep by day. ഓക്കെ, പകൽ അവർ ഉറങ്ങിയിട്ട് രാത്രി അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ രാത്രി കാലങ്ങളിൽ, ആ ഒരു സമയത്ത് എന്നുള്ള അർത്ഥത്തിൽ ഓപ്ഷൻ സി ആണ്, ഡ്യൂറിങ്. they work during night and sleep by day. Sorry, he can't attend the call. He can't attend the call. He dash a bath. സോറി, അവന് കോൾ എടുക്കാൻ പറ്റത്തില്ല, അവൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഓപ്ഷൻ ബി ആണ്, he is taking a bath ആണ്. Then he filled the glass with water to the. അപ്പൊ ആ വെള്ളത്തിന്റെ ഏതാണ്? ഗ്ലാസിന്റെ അങ്ങേ അറ്റം വരെ, അഗ്രം വരെ വെള്ളം നിറച്ചു. ആ ഒരു അർത്ഥത്തില്, അറ്റം എന്നുള്ള അർത്ഥത്തില് ഓപ്ഷൻ സി യൂസ് ചെയ്യും, ബ്രിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ മെറ്റ് യൂറോപ്യൻ അറ്റ് ദ പാർട്ടി. ഞാൻ എന്ത് ചെയ്തു? യൂറോപ്യൻ കണ്ടു. ഐ മെറ്റ് ഡാഷ് യൂറോപ്യൻ അറ്റ് ദ പാർട്ടി. ആരെയാണ്? ഓപ്ഷൻ യൂറോപ്യൻ. ഓപ്ഷൻ എ ആണ്, എ യൂറോപ്യൻ ആണ്. എ യൂറോപ്യൻ. ഓക്കെ. നെക്സ്റ്റ്, ഐ ആസ്ക്ഡ് ദ കാർപ്പന്റർ ടു ദ റിപ്പയർ ദ ബ്രോക്കൺ കർട്ടൻ. ദ വേർഡ് ബ്രോക്കൺ കർട്ടൻ ആണ്. അപ്പൊ ബ്രോക്കൺ കർട്ടൻ ആവുമ്പോൾ ഇവിടെ ബ്രോക്കൺ ആണ്. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ ആണ്. അപ്പൊ അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. The meaning of idiom leave no stone unturned. Meaning എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ട്രൈ ഓൾ മീൻസ്. എല്ലാ രീതിയിലും പരിശ്രമിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഏത് ഇഡിയം യൂസ് ചെയ്യുന്നത്? ലീവ് നോ സ്റ്റോൺ അണ്ടേർഡ് എന്ന ഇഡിയം. എക്സ്പ്രസ് വൺസ് ഒപ്പീനിയൻ വിത്തൗട്ട് എവിഡൻസ് ഓർ ഫുൾ നോളജ്. എന്താണ്? ഒരാളുടെ എന്താണ്? സമ്മതിച്ചു കൊടുക്കുന്ന ആ ഒരാളുടെ ഒപ്പീനിയൻ അങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ്. അതിന് നമ്മൾ എന്ത് വിളിക്കും? ഓപ്ഷൻ സി ആണ്, കൺസീഡ് ആണ്. സമ്മതിച്ചു കൊടുക്കുക. എക്സ്പ്രസ് വൺസ് ഒപ്പീനിയൻ വിത്തൗട്ട് എവിഡൻസ് ഓർ ഫുൾ നോളജ്. പ്രത്യേകിച്ച് വിവരമൊന്നുമില്ല അല്ലെങ്കിൽ തെളിവുമില്ല, പക്ഷെ അയാളുടെ ആ ഒരു ഒപ്പീനിയൻ അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നു. അതാണ് കൺസീഡ്. നെക്സ്റ്റ് 48ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ഇയർ മൈ അങ്കിൾ ഡാഷ് എ ലാപ്ടോപ്പ് ഫ്രം ഇംഗ്ലണ്ട്. അപ്പൊ നമുക്കറിയാം തന്നിരിക്കുന്ന സെന്റൻസിൽ ഒരു ഹിന്റ് ഉണ്ട്, ടൈമിംഗ് വേർഡ് ഉണ്ട്, ലാസ്റ്റ് ഇയർ. അപ്പൊ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഡിഡ് ഫോം ഓഫ് ദ വെർബ് എടുക്കണം. സോ ഓപ്ഷൻ സി ആണ്, ബ്രോട്ട് ആണ് വരുന്നത്. ലാസ്റ്റ് ഇയർ മൈ അങ്കിൾ ബ്രോട്ട് എ ലാപ്ടോപ്പ് ഫ്രം ഇംഗ്ലണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെറ്റൽസ് ഡാഷ് വെൻ ദേ ആർ ഹീറ്റഡ്. അത് ഹീറ്റ് ചെയ്യുമ്പോൾ മെറ്റൽസിന് എന്ത് സംഭവിക്കും? മെറ്റൽസ് വികസിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, എക്സ്പാൻഡ്. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചൂസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഡെസ്പയർ. നീ എന്താ ഡെസ്പായിട്ടിരിക്കുന്നത്? വിഷമിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത്. സോ ഓപ്ഷൻ സി, ഹോപ്പ് ആണ്. ഡെസ്പയറിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഹോപ്പ് ആണ്. അപ്പൊ 50 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 50 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റ് ചെയ്യുക. അതുപോലെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യുക, ആൻസർ തരുന്നതായിരിക്കും. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.